ഹായ് ഗൈസ്, ഈ കിടന്നുറങ്ങുന്ന ആളാണ് ഞാൻ. എന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ചുമ്മാ എന്ന് പറയാം, ഞാൻ അബി. ഈ കിടന്നുറങ്ങുന്ന എന്തിനാണെന്ന് എനിക്കും അറിഞ്ഞൂടാ. ഞാൻ രാവിലെ എണീക്കുന്നത് നല്ലൊരു വള്ളി പിടിച്ചുകൊണ്ടാണ്. അത് ഞാൻ നൈസായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഞാൻ രാവിലെ എണീച്ച് തെക്കും വടക്കും നോക്കി, അപ്പോഴത്തേക്കാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ ബോധം വന്ന് ചുമ്മാ നൈസായിട്ട് ക്യാമറയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി. അങ്ങനെ ഇരുന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് 14 മിസ് കോൾ കണ്ട് ഇത് ആരപ്പാന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചു നോക്കിയപ്പോഴാണ് നല്ലൊരു ലേഡീസ് വോയിസിൽ ഹലോ എന്നൊരു ശബ്ദം. ഞാൻ ആരെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ ദിയ. ഞാൻ ചോദിച്ചു, ഏത് ദിയ? അപ്പോഴാണ് അവർ പറയുന്നത്, സാർ ഇന്നലെ ഷോറൂമിൽ വണ്ടി കൊണ്ടു കൊടുത്തിരുന്നു, അത് സർവീസ് കഴിഞ്ഞ് എടുക്കാൻ സമയമായി. അതാണ് ഞാൻ രാവിലെ പറഞ്ഞ ആ പള്ളി. അതായത് നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ടി നൈസായിട്ട് വണ്ടി സർവീസിന് എടുത്തത്. അത് കേട്ടതും ഞാൻ ചെറുതായിട്ട് ഞെട്ടി. കാരണം 5000 സംതിങ് രൂപയായി നമ്മുടെ ബിൽ. മനസ്സിലായ? തലയാട്ടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് പോയി റെഡി ആവടാ. ഞാൻ ഭയങ്കര പാവമാണ്. കാരണം ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ കിടന്നുറങ്ങണം. അല്ലെങ്കിൽ രാവിലെ എണീച്ച് ജോലിക്ക് വേണ്ടി വന്നേനെ. ഫസ്റ്റ് നമുക്ക് നേരെ പോയി നമ്മളെ വണ്ടി എടുക്കണം. ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ ടക്കനെ റെഡിയായി. വൈറ്റ് ഷർട്ട്, വൈറ്റ് നിക്കർ, എൻ്റെ ഒരു ഷൂ. ആക്ച്വലി ഇത് ഫുൾ വൈറ്റ് അല്ല, ഇത് ഡിസൈൻ ഉണ്ട്, കണ്ടോ. ഒരുപാട് കോസ്റ്റൊന്നും ആയില്ല. സ്റ്റുഡിയോന്ന് 300 ഓഫർ കിട്ടിയപ്പം എല്ലാം തൂക്കി. എല്ലാം കൂടെ ഒരു 1000 എന്താ സംതിങ് അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ടക്കനെ ബാഗ് പാക്ക് ചെയ്യാം. ബാഗ് കൊള്ളാം. ടക്കനെ ബാഗ് പാക്ക് ചെയ്ത് നൈസ്. കെട്ടി വിടാം. ഞാൻ ഇന്ന് നമ്മൾ വണ്ടി പോയി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ നാളെ നാട്ടിൽ പോകാൻ പോവുകയാണ്. സോ അതിൻ്റെ കുറച്ച് പണി അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. നാളെ രാവിലെ നമ്മൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പോകാം. ഓക്കെ. ഈ പട്ടി ചന്തയ്ക്ക് പോകണമല്ലോ, അത് വെള്ളമായിട്ട് നടന്നുകൊണ്ടില്ലേ, ഇതാണ് കണ്ട. ഇനിയിപ്പോൾ ഇതേപോലെ വണ്ടി എടുത്ത് തിരിച്ചു വരും നോക്കുക. കാരണം എനിക്ക് വേറെ പണിയൊന്നും ഇന്ന് തക്കാലം ഇല്ല. അതുകൊണ്ട് നമ്മൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസാണ് നടത്തുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടി ഗൈസ്. കണ്ടോ. കഥയായിട്ട് നിങ്ങൾക്ക് ബോറടിച്ചില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കഥ നിർത്തിയിട്ട് ബാക്കി നമ്മളുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആക്ച്വലി ഇന്ന് ഓഗസ്റ്റ് 14 നമ്മൾ ആക്ച്വലി ഇന്നലെ വണ്ടി പണിക്ക് കൊടുത്തത്. അത് 13-ന് പണി കൊടുത്ത്. കാരണം വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ലോങ് ഡ്രൈവ് ഉണ്ട്. അതായത് ഒരു 30-40 കിലോമീറ്റർ. ഈ വണ്ടിക്കാണെങ്കിൽ പുള്ളിങ്ങെല്ലാം പോയി കിടക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ വാട്ടർ വാഷ് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടി തിരിച്ച് വന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ചില കൊച്ചു പരിപാടികളാണ്. ഞാൻ ഇത് എയർ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇത് എയർ ഫിൽറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അയ്യ ഞാൻ അങ്ങനെ വീണ്ടും ഡ്രസ്സ് മാറ്റി എൻ്റെ കൂറ ഡ്രസ്സ് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതായത്
ചെയിൻ ക്ലീനർ ആൻഡ് ഒരു എയർ ഫിൽറ്റർ. ഞാൻ പറഞ്ഞ പോലെ എയർ ഫിൽറ്റർ ഞാൻ മാറ്റിയില്ലെങ്കിൽ എനിക്ക് സമാധാനമല്ല. ആൻഡ് നമ്മുടെ കൂട്ടാൻ്റെ വീട്ടിൽ നിന്ന് ഒരു ടൂൾ ബോക്സ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതൊന്നും കാണുമായിരിക്കും, എനിക്കൊരു പ്രശ്നമില്ല. ആക്ച്വലി ഈ ചെയിൻ ക്ലീനർ ഞാൻ വാങ്ങിച്ചത് എന്തിനാണെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എന്നുവെച്ചാൽ ചെയിൻ ലൂബൊക്കെ അവർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 4000 സംതിങ് രൂപയായി. രൂപയായില്ല പണി മൊത്തത്തിൽ. നമുക്ക് പോയിട്ട് അല്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി നമ്മളെ വീട് തന്നെയല്ലേ, വണ്ടി ഇവിടെ കൊണ്ട് ചെപ്പടി. അങ്ങനെ എത്തി. അടുത്ത് നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ്. ഗോ ടു സെൻട്രൽ സ്റ്റാൻഡ്. വണ്ടി ആക്ച്വലി വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് കാര്യം ഉണ്ടാകും. അയ്യോ, എയർ ഫിൽറ്റർ മാറ്റേണ്ട ഏത് സൈഡാണ് നോക്കാം. ഇനി 2 സൈഡും തുറന്ന് നോക്കാം. ടൂൾ ബോക്സ്. അപ്പോൾ ഇത്രയും ടൂൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് വെച്ച് വേണം തുറക്കാം. ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഒന്നും ഇതിലില്ലല്ലോ. അയ്യ, ഗൈസ് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ടൂൾസ് ഉണ്ടോ എടുത്തുകൊണ്ട് വന്നത്. ഗൈസ് ചെറുതായിട്ടൊന്നും നോക്കിപ്പോയി. അപ്പുറത്തെ സൈഡായിരുന്നു എയർ ഫിൽറ്റർ. ഞാൻ ഈ സൈഡ് കൂടിയിട്ട് നോക്കി. ഇനി വണ്ടി എടുത്ത് തിരിച്ച് വെച്ചാലേ ഇറക്കുള്ളൂ. അയ്യോ, ഞാൻ വീണ്ടും മൂഞ്ചി. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് തുറന്നിട്ട് ഞാൻ ഈ സൈഡ് നോക്കിക്കൊണ്ടിരുന്നു. ആ സൈഡ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴെന്ന് വെച്ചാൽ ആ സൈഡ് മറ്റേ ഇങ്ങനത്തെ വാഷറാണ്. അത് മറ്റേ ബോൾട്ട് വരാനേ പറ്റത്തുള്ളൂ. ബട്ട് അറ്റ് ദ ടൈം ഈ സൈഡിൽ സാധനം ഇരിപ്പുണ്ട്. ഞാൻ വെറുതെ ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചോണ്ട് വന്നു. എന്തൊക്കെ മൂന്നിലാന്തോ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ 7 നൂറ്റാണ്ടിൽ വന്നതാ. നീ വണ്ടി എടുത്ത് തിരിച്ചേക്കണം. ഇനി അടുത്ത